ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി റൂമിലോട്ട് പാലുമായി വരുമ്പോൾ ഗൗതം കാണാൻ ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് കാണുന്നതിനോടുകൂടി അവിടെ ഒരു പന്തികേട് തോന്നുകയാണ്. നിധിയെ കണ്ട ഉടനെ ഗൗതം അത് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലാപ്പ് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ കാണുമ്പോൾ ലാപ്പ് അടച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗതം പറയണം, അതെൻ്റെ ഓഫീസിലെ ഒരു കാര്യമാണ്. അതിപ്പോൾ എന്താ, നീ വന്നപ്പോൾ നിന്നെയല്ലേ എനിക്ക് പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതെന്താ, നിഖിൽ എന്ന പേര് ഞാൻ കണ്ടല്ലോ, എന്താ നിൻ്റെ അനിയൻ നിഖിൽ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൗതം വേണ്ട, നിൻ്റെ കളി നിർത്ത് എന്നും പറഞ്ഞിട്ട് നിധി എന്ത് ചെയ്യുന്നു, ആ ലാപ്പ് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന കാഴ്ച നിഖിലിന് സ്കൂളിലോട്ട് ഫീസ് അടച്ച കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഗൗതമിനോട് ചോദിക്കുകയാണ്, ഇത് നിഖിലിന് ക്ലാസ്സിലോട്ട് ഫീസ് അടച്ചതാണല്ലോ, ഇതിപ്പോൾ എന്താ സംഭവം, ഇതെന്താ നിങ്ങൾ അളിയനും തമ്മിൽ എന്താ ഒരു ഒത്തുകളി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അതെ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം നിധി ഒരു കാര്യം ചിന്തിക്കുകയാണ്, അന്ന് നിഖിലിനോട് ചോദിച്ചിരുന്നല്ലോ നിൻ്റെ ഫീസ് അടയ്ക്കേണ്ട കോളേജിൽ, അപ്പോൾ അത് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നല്ല പഠിക്കുന്നത് കൊണ്ട് തന്നെ കോളേജുകാർ എനിക്ക് ഫ്രീ ആയി പഠനം തന്നിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി പറയാണ്, അപ്പോൾ അളിയനും ഒത്തിട്ട് എന്നെ ഒരു പൊട്ടിയാക്കിയിരിക്കുകയാണ് അല്ലേ, നിങ്ങളിപ്പോൾ എന്തിനാ മറച്ചു വെച്ചത്. അത് പിന്നെ നിധി, ഞാൻ ഇത് ചെയ്യുന്നു എന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ തീർച്ചയായും അത് നിഷേധിക്കും, അത് വേണ്ടെന്ന് പറയും. അപ്പോൾ അതെനിക്ക് താങ്ങില്ല, അത് വേണ്ടെന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവനോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഫീസ് അടച്ചത്. അപ്പോൾ നിധി ഗൗതമിനോട് പറയണം, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും ഭാഗ്യം ചെയ്തവളാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നീ എൻ്റെതല്ലേ, അപ്പം നിൻ്റെ വീട്ടുകാരും എൻ്റെതല്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്ന് ഗൗതം പറയുന്നുണ്ട്. പിന്നീട് നിധി തിരിയുമ്പോൾ ഗൗതമിൻ്റെ മുഖത്തോട്ട് മുടിയും മുല്ലപ്പൂവും ഒക്കെ ഇങ്ങനെ ചെറുതായി തട്ടണം കേട്ടോ. അപ്പോൾ തന്നെ ഗൗതമിൻ്റെ ഉള്ളിലുള്ള ആ പ്രണയം പൂവിട്ടു കേട്ടോ. അപ്പോഴേക്കും നിധി പറയണം, അയ്യോ പാല് കുടിച്ചില്ല, പാല് തരട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി ഗൗതമിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം കുറച്ച് കുടിക്കുമ്പോൾ മീശയിലും താടിയിലൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ നിധിയോട് പറയണേ, നീ കുറച്ച് കുടിക്കുകയെന്ന് പറയണേ. അപ്പോൾ നിധിയുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ ചെറിയ തുള്ളികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം ഗൗതമിനാണെങ്കിലോ അത് കാണുമ്പോൾ വല്ലാത്തൊരു സുഖം തന്നെ തോന്നണം കേട്ടോ. അപ്പോൾ ആ ചുണ്ട് നുകരാനുള്ള ആ ഒരു താല്പര്യമാവുകയാണ്. അങ്ങനെ നിധിയും ഗൗതമും കൂടി പരസ്പരം അവരുടെ പ്രണയം പങ്കുവെക്കുന്ന ആ സീനാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നീടാണെങ്കിൽ ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രേണുക അവിടെയൊക്കെ നോക്കിയിട്ട് ശിവാനിയെ കാണുന്നില്ല. അങ്ങനെ ഒരു സൈഡിലോട്ട് വരുമ്പോൾ, എന്തിനാടി മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുക, പിന്നെ ഞാൻ എന്താ വേണ്ടത്, ഞാൻ തലയും കുത്തി നിൽക്കണം, അതല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ കേട്ട ഉടനെ തന്നെ എന്താ നിൻ്റെ പ്രശ്നം, സ്വന്തം അച്ഛൻ്റെ 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ നോക്കിയപ്പോൾ അതും കൂടി അവളെ എനിക്ക് തടഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യുക, ആ 10 ലക്ഷം വെച്ചിട്ട് ഈ പറയുന്ന പ്രണവിന് നല്ലൊരു പണി കൊടുക്കായിരുന്നു, പ്രണവിനും അതുപോലെ തന്നെ CKCക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കായിരുന്നു, അത് വെച്ച് എൻ്റെ കയ്യിൽ പണം ഇല്ലാത്തവളൊന്നല്ല എന്ന് അറിയിക്കായിരുന്നു, അതുപോലും ഈശ്വരൻ എനിക്ക് തടഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യുക, അത് തടഞ്ഞത് ഈശ്വരനല്ല, അവളാണ്, ആ നിധി എന്ന മാരണം, അവൾ എന്ന് അവളുടെ കുടുംബത്തിൽ ഞാനുണ്ടായ അന്ന് മുതൽ എനിക്ക് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ രേണുക പറയാണ്, എന്തായാലും നീ സമാധാനപ്പെടും. എന്ത് സമാധാനം, എൻ്റെ ജീവിതം തൊലഞ്ഞു, എൻ്റെ ഭർത്താവ് എന്ന കെട്ടിയവനാണെങ്കിൽ എന്നെ വേണ്ട, അവനെ തിരിഞ്ഞു നോക്കണം, ആ കാലമാണെന്ന് ചത്തേനെ. അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുമ്പോൾ രേണുക പറയണേ, നിൻ്റെ ഭർത്താവ് മരിച്ചാൽ പിന്നെ നിനക്ക് ഈശ്വരമംഗലത്ത് എന്താ ഉണ്ടാവുക, അവിടെ ഒരു അധികാരവും നിനക്ക് കിട്ടത്തില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി പിന്നെ ഞാൻ എന്താ വേണ്ടത്, ഞാൻ മരിച്ചാൽ മതിയോ എന്ന് രേണുകോട് ചോദിക്കുക ശിവാനി. അപ്പോൾ അത് കേട്ട ഉടനെ രേണുക പറയണേ, എൻ്റെ പ്രശ്നം എന്താ, നിനക്കിപ്പോൾ പണം വേണം. ഓ അമ്മയുടെ അടുത്ത കയ്യിൽ ഇങ്ങനെ പണം കെട്ടി വെച്ചിക്കല്ലേ, ഒരുമാതിരി ആളെ കളിയാക്കുന്ന വർത്തമാനം പറയാതെ എൻ്റെ മുന്നിൽ നിന്ന് പോയേ, നിനക്കിപ്പോൾ എന്താ ആവശ്യം, പണം വേണം, അത്രയല്ലേ എനിക്ക് വേണ്ടുള്ളൂ, ആ പണം ഞാനങ്ങ് തന്നാലോ. ഓ 500 രൂപ തികച്ചെടുക്കാനില്ലാത്ത അമ്മയാണോ എനിക്ക് പണം തരുന്നത്, ദേ അല്ലെങ്കിലും ഞാൻ ചൊറിഞ്ഞ് നിൽക്കുകയാണ്, ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഞാൻ കാട്ടിക്കൂട്ടും, കളിയാക്കുന്നതിനൊരു പരിധിയുണ്ട്, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശിവാനി രേണുകയെ വഴക്ക് പറയുമ്പോൾ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, അതെ നമ്മുടെ ഇന്ന ഭാഗത്തുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങ് വിറ്റാൽ അതിനിപ്പോൾ കണ്ണായ സ്ഥലവുമാണ്, നല്ല വിലയും കിട്ടും, 10-35 ലക്ഷം നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി എന്താ അമ്മ പറഞ്ഞത്, അതെ 35 ലക്ഷം അതിൽ നിന്ന് കിട്ടും, അതങ്ങ് വിറ്റാലോ. അപ്പോൾ അതെങ്ങനെ സാധിക്കും, അത് നിൻ്റെ അച്ഛൻ്റെ അടുത്താണ്, അതിൻ്റെ ആധാരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് വിൽക്കാം, അതിനുള്ള പണി നോക്കിയാലോ. അപ്പോൾ ഉടനെ തന്നെ ശിവാനി പറയണേ, എൻ്റെ അമ്മ ആൾ സൂപ്പറാണ് കേട്ടോ, എന്തായാലും നമുക്കത് വിൽക്കാനുള്ള പരിപാടി നോക്കാം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവർ ആ സന്തോഷത്തിലിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഗൗതം പിറ്റേ ദിവസം രാവിലെ ആയി തൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാറുണ്ടല്ലോ, അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിന് അതാരാണ്, എന്താണ്, ആർക്കാണ് കൊടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ വിളിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഈ ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ഞാൻ കറക്റ്റായി പറഞ്ഞു തരാം, അത് CKCയുടെ
തടങ്കലിലാണ് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ടാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നിധി പറയാണ്, ഗൗതം ഇത്ര നേരത്തെ തന്നെ ഈ ലാപ്പിൽ കയറിയത് തന്നെ എനിക്ക് വേണ്ടി ഇനി ആ സ്ഥലത്തിന് ഗൗതം ബുദ്ധിമുട്ടണ്ട, അതെന്തായാലും പോട്ടെ. അപ്പോൾ ഗൗതമിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിധിക്ക് സങ്കടമാവണം. അപ്പോൾ നിധി പറയണേ, എനിക്ക് വേണ്ടി ഒരിക്കലും ഗൗതം ബുദ്ധിമുട്ടണ്ട, എനിക്കിനിയിപ്പോൾ അത് വേണ്ട, അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. എന്തായാലും നല്ലൊരു കണ്ണായ സ്ഥലമാണ്, ആഗ്രഹം ഞാൻ വിട്ടു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പാറു കയറി വരികയാണ്. അപ്പോൾ പാറു ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ പാറുവിനോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ പാറു പറയാണ്, അയ്യോ അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് ഇനി വാങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതെ, അത് പറ്റത്തില്ല എന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ, അത് പറ്റില്ലെങ്കിലും അത് ഞാൻ വാങ്ങും എന്ന് പറയണം, അതെൻ്റെ ഒരു വാശിയാണ്, അതിന് ഞാൻ അഡ്വാൻസ് കൊടുത്തതല്ലേ, പിന്നെ ആ അഡ്വാൻസ് തിരികെ തരണമെങ്കിൽ അയാളത് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കൈകൾ കളിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, അതിന് ഞാൻ പിറകെ പോകുമെന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ വസുന്ധര വന്നിട്ട് പറയണം, ഇനി അതൊരിക്കലും വാങ്ങില്ല, അതിന് പിറകെ നീ പോകാനും നിൽക്കണ്ട, വെറുതെ നാണം കെടുക എന്നല്ലാതെ എത്രയോ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്, അത്രമാത്രം വില കുറഞ്ഞു പോയോ നിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിധിയും അതിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതിൽ വന്നിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരമായി. അപ്പോൾ നിധിക്ക് വാശിയായി. നിധി വസുന്ധരയോട് പറയുകയാണ്, ഞാനത് വാങ്ങിയിരിക്കും എന്ന് പറയണം. അപ്പോൾ വസുന്ധര പറയണം, ഒരിക്കലും ഞാൻ ആ ഭൂമി വാങ്ങാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയണം. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ നിധി പറയണം, അത്ര വാശിയാണോ, എന്നാൽ എനിക്ക് ആ ഭൂമിയിൽ തന്നെ ഞാൻ ഈ പറയുന്ന അനാഥ മന്ദിരം ഉണ്ടാക്കി തന്നെ അവിടെ ഞാൻ പറഞ്ഞ ഈ സേവനം ഞാൻ ചെയ്തും കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ്, ഓക്കെ ശരി, നീ അത് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങിക്കോളാം, എന്നാൽ നിനക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല, നിൻ്റെ കയ്യിൽ അത് കിട്ടിയില്ലെങ്കിൽ നീ ഈ വീട് വിട്ടിറങ്ങുമോ. അത് കേൾക്കുന്ന പാറു പറയണേ, വേണ്ട മോളെ, വേണ്ടാത്ത വെല്ലുവിളിക്കൊന്നും നിൽക്കണ്ട, നീ വീട് വിട്ടിറങ്ങിയായി നമുക്കത് താങ്ങില്ല, അതുകൊണ്ട് വേണ്ടാത്ത വെല്ലുവിളിക്ക് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഗൗതം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ ഗൗതം നിധിയോട് ആ കണ്ണിട്ട് കാണിക്കുന്നതിനോട് കൂടി നിധി പറയണം, ശരി, ഞാൻ എന്തായാലും ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കും, ആ പ്രോപ്പർട്ടി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ആ സ്ഥലം എൻ്റെ പേരിലായില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, പക്ഷേ നിങ്ങളും വാക്ക് പാലിച്ചിരിക്കണം, നിങ്ങൾ ഈ വീട് വിട്ടിറങ്ങുമോ, തീർച്ചയായും ഞാനും ഈ വീട് വിട്ടിറങ്ങും എന്ന് പറയാനായിട്ടാണ്. അങ്ങനെ വെല്ലുവിളിയാകുമ്പോൾ പാറുവിൻ്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ്, പാറുവിന് മനസ്സമാധാനം പോയിരിക്കുകയാണ്. ഇനി ഈശ്വര എന്താ ചെയ്യുക, എൻ്റെ മകനും മരുമകളുമായുള്ള ഒരു ജീവിതം ഒരു മനസ്സമാധാനത്തോടു കൂടി ജീവിച്ച് തുടങ്ങുമ്പോഴേക്കും ഇനി അടുത്ത കുടുക്കുണ്ടാക്കുന്നോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ശിവാനിയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ അശോകൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ രേണുക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളുടെ ഇരിപ്പ് കണ്ടില്ലേ എന്ന് ശിവാനി പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രേണുക അവിടെയുണ്ട്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അടുക്കളയിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഭക്ഷണം ഇങ്ങനെ രേണുകൾക്ക് എടുത്തു കൊടുക്കാനായിട്ട്, അതാ കഴിച്ചോളൂ, വെള്ളമുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അത് അശോകന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അശോകന് കൊടുക്കാനായി പോകുന്ന സമയത്ത് രേണുകയെ വിളിക്കുകയാണ് ശിവാനി, ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താണ്, ഞാൻ എൻ്റെ അച്ഛന് ഭക്ഷണം കൊടുക്കട്ടെ. അമ്മേ, ഈ ഭക്ഷണം കൊടുക്കാനും ഇതാക്കാനും നിൽക്കാതെ ഇപ്പം നമുക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്, എന്തിനെന്ന് ചോദിക്കുകയാണ്. നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഇവിടെ നിഖിലില്ല, പിന്നീടാണെങ്കിലോ ചന്ദ്രയാണെങ്കിലോ അവരാണെങ്കിൽ നല്ല തിരക്കിട്ട അടുക്കളപ്പണിയിലാണ്. ഈ സമയം ആ ചാവി എടുക്ക്, ആ സ്ഥലത്തിൻ്റെ ആധാരം കൈക്കലാക്കി പിന്നീട് വേണം നമുക്ക് വേണ്ട പരിപാടികൾ നടത്താൻ. അതിന് ഇനി ആരെങ്കിലും വിലങ്ങിടുന്നതിന് മുന്നേ നമ്മുടെ കാര്യങ്ങൾ നീക്കണമെന്ന് പറയുമ്പോൾ അത് അശോകൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ, എന്തായാലും ഇവിടെ ഭക്ഷണം വെക്കട്ടെ. അശോകൻ്റെ കയ്യിൽ നിന്നും ആ ചാവി എടുക്കാൻ വേണ്ടി രേണുക ചൊല്ലുമ്പോൾ അശോകൻ എന്ത് ചെയ്യുന്നു, തൻ്റെ ഒരു കൈ കൊണ്ട് രേണുകയെ ഇട്ട് മുറുക്കുകയാണ് കേട്ടോ. അതോടുകൂടി രേണുക അവിടെ കുടുങ്ങിപ്പോവാണ്. രേണുകയ്ക്ക് കൈയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശിവാനി ഓടിയെത്താണ്. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, അവരിങ്ങ് വരുമ്പോഴേക്കും പെട്ടെന്ന് ആ ചാവി എടുക്കുക, അലമാര തുറക്കാൻ വേണ്ടി ആ ചാവി എടുക്കുമെന്ന് പറയാൻ അശോകൻ്റെ മടിക്കുത്തിലിരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയം അത് കിട്ടാതായി പോവുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പ്രതിസന്ധിയിലായി പോവുകയാണ്. ഇവരുടെ കൈ കുടുങ്ങിയിരിക്കുകയാണല്ലോ, രേണുകയുടെ കൈ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ശിവാനി വന്നതോ, ശിവാനി ഒരൊറ്റ തട്ടാണ് തട്ടിയിട്ട് ആ കൈയിൽ നിന്നും ആ മടിക്കുത്തിൽ നിന്നും ആ ഒരു ചാവി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ചന്ദ്ര എത്തുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് കേട്ടോ.